ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാൻ ഇന്ന് ഒരു മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മാംഗോ എടുത്തിട്ടുണ്ട്, ഒരു പേരയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ 2 പൂവമ്പഴം എടുത്തിട്ടുണ്ട്, ഇനിയും കുറച്ച് ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഗാർഡൻ ഫ്രഷാണ്, ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആദ്യമായിട്ട് ഈ പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് പേരയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പഴവും പേരയ്ക്കായും ഇവിടെ ഞാൻ അടിച്ചെടുത്തു. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം, അതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് കളയാനായിട്ട്. ജാം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. നമുക്കിതിൻ്റെ പൾപ്പ് മാത്രം മതി. അതിൻ്റെ കുരുവും അതുപോലെ തന്നെ എന്തെങ്കിലും അരയാതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് കൊണ്ട് മാത്രമാണിത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ടിങ്ങ് കിട്ടും. ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തു. ഇപ്പോൾ കണ്ടോ, പേരയ്ക്കയുടെ കുരു മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സ് കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. എല്ലാ ഫ്രൂട്ട്സും ഞാനിവിടെ അരിച്ചെടുത്തു. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഇനിയും ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ അനുസരിച്ച് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഈ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം മധുരമുള്ളതുകൊണ്ടാണ് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. ഇനിയും ഇതിലേക്ക് ഒരു 5-8 ഗ്രാമ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇത് ജാമായി കഴിയുമ്പോൾ അങ്ങ് പെറുക്കി കളഞ്ഞേച്ചാൽ മതി. നമ്മുടെ ജാമിൻ്റെ കൂട്ടിവിടെ കുറുകി വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ കോരി ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും കണ്ടോ പറ്റിയിട്ടുണ്ട് കുറച്ച്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ജാം ഇവിടെ ഏറെക്കുറെ ആയിട്ടുണ്ട്. കണ്ടോ, ഒരുമാതിരി പറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരിന് പകരം സിട്രിക് ആസിഡ് വേണമെങ്കിലും ചേർക്കാം. നാരങ്ങാനീരിലെ കണ്ടൻറ്റും സിട്രിക് ആസിഡ് തന്നെയാണ്. സിട്രിക് ആസിഡ് പ്രിസർവേറ്റീവാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടുള്ളതായതുകൊണ്ട് ഞാനിവിടെ നാച്ചുറൽ പ്രിസർവേറ്റീവായിട്ടുള്ള നാരങ്ങാനീരാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജാം ഇവിടെ ആയിട്ടുണ്ട്. ഇനിയും ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. തണുക്കുമ്പോൾ കുപ്പിയിലാക്കി സൂക്ഷിക്കാം. തണുക്കുമ്പോൾ ഇത് അല്പം കൂടി കുറുകും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയതാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.